അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നമ്മുടെ ബുറാഖ് സംഘം ഇന്ന് മദീനയിലേക്ക് പുറപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായി പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ കഅബ ഷരീഫിനോട് വിടവാങ്ങൽ തവാഫിന് വേണ്ടി പുറപ്പെടുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ബുറാഖ് സംഘം വദാഇൻ്റെ തവാഫ് കഴിഞ്ഞ് റൂമിലേക്ക് മടങ്ങുന്ന രംഗമാണ് ഈ കാണുന്നത്. അൽഹംദുലില്ലാഹ്, ഇനിയും വരാൻ തൗഫീഖ് നൽകട്ടെ. കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടാണ് പാവങ്ങൾ പോകുന്നത്. സഫയിലേക്ക് കയറിയിട്ട് ഇനി അവിടെ നേരെ റൂമിലേക്ക് പോകും. ആണുങ്ങൾക്ക് ഒരു ചുറ്റിനും കൂടി ചുറ്റാണ്ട് അത് കഴിഞ്ഞിട്ട് ആണുങ്ങളും പോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, നമ്മുടെ ബുറാഖ് സംഘം മക്ക വിട്ട് മദീനയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ബസ് കയറാൻ പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. آمين. وإلى حضرات أصحابه البدريين واللحظيين والخندقيين وسائر الصحابة والصحابيات كلهم أجمعين. آمين. وإلى حضرات سائر الأنبياء الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ ബുറാഖ് സംഘം ബദറിലാണ്. ബദർ ശുഹദാക്കളെ സിയാറത്ത് ചെയ്തുകൊണ്ട് ഇനി ഇൻഷാ അല്ലാഹ് ബസ് കയറിയിട്ട് ബദർ യുദ്ധം നടന്ന സ്ഥലത്തേക്കാണ് ഇനി അവർ പോകുക കേട്ടോ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങളിപ്പോൾ ഉള്ളത് ബദറിലെ മസ്ജിദുൽ അരീഷിലാണ്. ഈ പള്ളി നിൽക്കുന്നിടത്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിന് വേണ്ടിയിട്ട് സുജൂദിൽ കിടന്ന് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് ചൊല്ലിയിരുന്നത്. മുത്തനബി സ്വല്ലല്ലാഹു തങ്ങൾ ഇവിടെ സുജൂദിൽ കിടക്കുമ്പോൾ അപ്പുറത്ത് ബദർ യുദ്ധം നടക്കുകയായിരുന്നു. ആ ഒരു പന്തലിട്ട് കൊടുത്തു മുത്തനബിക്ക്. ആ പന്തലിൻ്റെ പേരാണ് അരീഷ്. അരീഷാണ് പന്തൽ എന്നാണ്. അപ്പോൾ ആ നിലക്ക് തന്നെ ഈ പള്ളിക്ക് പിന്നീട് പേരെന്ത് ചെയ്തു, മസ്ജിദുൽ അരീഷ് എന്ന് പേരിട്ടു. നമ്മളെ ബുറാഖ് സംഘം അൽഹംദുലില്ലാഹ് ഞങ്ങൾ മരുമസ്കാരം ഇശാസ്കാരം ഇവിടുന്ന് കഴിഞ്ഞ് ഇനി ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, ബുറാഖ് സംഘം ഇപ്പോൾ ഉള്ളത് ബദർ യുദ്ധം നടന്ന സ്ഥലത്താണ് കേട്ടോ. ബദർ യുദ്ധം നടന്ന സ്ഥലത്താണ് ഇപ്പോൾ ബുറാഖ് സംഘം ഉള്ളത്. അതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ മദീനയിലേക്കാണ് പുറപ്പെടുന്നത്. പോകുന്ന വഴിക്ക് ജബൽ മലായിക്ക കാണിച്ച് കൊടുക്കും. ബദർ ശുഹദാക്കളെ ഞങ്ങൾ സിയാറത്ത് ചെയ്തു. അത് കഴിഞ്ഞ് വന്ന് ബദർ യുദ്ധം നടന്ന സ്ഥലവും കാണിച്ചു കൊടുത്തു. ഇതാണ് ബദർ യുദ്ധം നടന്ന സ്ഥലം കേട്ടോ. കുറേ ആ മരത്തിൻ്റെ അടുത്ത് കുറേ അങ്ങോട്ട് പോകുമ്പോഴാണ് ബദറിൽ കിണർ എന്ന് പറയും. അതായത് അബൂജഹലിനെ ഉത്തുബത്തിന് ഷൈബത്തിനൊക്കെ കൊന്ന് കുഴിച്ചിട്ട സ്ഥലം കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാണിച്ചു കൊടുക്കാൻ കഴിയില്ല, കാരണം പോലീസ് ഇവിടെ നിരന്തരമായിട്ടുണ്ട്. ഇവിടെ പിന്നെ ഹംസ റളിയല്ലാഹുവിൻ്റെ ഹൗള് എന്ന് പറയപ്പെടുന്ന ഒരു രൂപ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഇവർ ഇവിടുന്ന് എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്കൊക്കെ ഇവിടെ എത്തണം. തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാവട്ടെ കേട്ടോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, 10:30 മണിയായപ്പോഴേക്കിന് ഞങ്ങളിവിടെ എത്തി. ഭക്ഷണമൊക്കെ കഴിച്ച് 11 മണിക്ക് ശേഷം ചാവി കൊടുത്ത് പിന്നെ എല്ലാവരും റൂമിലൊക്കെ പോയി കുളിച്ച് ഫ്രഷായി പുതിയ പർദ്ദയൊക്കെ ഇട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും ഇവിടെ മാറ്റി ഒരുങ്ങി വന്ന് ഇനി ഇൻഷാ അല്ലാഹ് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചെന്ന് സലാം പറയാൻ വേണ്ടി പോകണം കേട്ടോ. വല്യമ്മക്ക് നല്ല അടിപൊളിയാക്കണം. ആ മാലപ്പം നമുക്കില്ലാതെ പോകാമെന്ന് ഇപ്പോൾ അതിന് പോയാൽ പിന്നെ അതിൻ്റെ സമയം പോകും. എല്ലാവരും വന്നു. ഇനി ഞങ്ങൾ ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോയി സലാം പറഞ്ഞ് പിന്നെ സ്ത്രീകളുടെ ഏരിയ ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ഇങ്ങോട്ട് തന്നെ ഇൻഷാ അല്ലാഹ് കൊണ്ടുവരും. പിന്നെ നാളെ ഉച്ചക്ക് ആണുങ്ങൾക്ക് റോള പെർമിറ്റാണ്, രാത്രി സ്ത്രീകൾക്കും റോള പെർമിറ്റാണ്. അതിനിടയിൽ അസർക്കേഷൻ നടന്ന് സിയാറയുണ്ടാവും. ഓക്കെ, അസ്സലാമു അലൈക്കും. പോവല്ലേ? ഇവിടെ നമ്മൾ ആണുങ്ങളെവിടെ? ആണുങ്ങളെവിടെ? ഇവിടെ നമ്മളെ 2-ാം മീർ ഇതിൻ്റെ മുതലാണ്. ആണുങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിനോട് സലാം പറയാൻ പോവുകയാണ്.
അസ്സലാമു വറഹമത്തുള്ള. വളരെ അടുത്താണ് കേട്ടോ നമ്മുടെ ഹോട്ടൽ. കണ്ടോ, ഇതാണ് ഹോട്ടൽ താജ് വർദ്. അവിടുന്ന് അല്പം ഇങ്ങോട്ട് പോന്നാൽ, അല്പം എന്ന് പറഞ്ഞാൽ കണ്ടോ, അവിടുന്ന് ഇതാണ് പോരുമ്പോഴേക്കിന് റസൂലുള്ളാഹിൻ്റെ പള്ളി എത്തി. ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ പള്ളി എത്തി. കണ്ടോ, ഇത്രയും അടുത്താണ് നമ്മളെ മദീനത്തെ ഹോട്ടൽ കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. നമ്മുടെ ബുറാക്ക് സംഘം ഒരുപാട് നേരം പച്ചക്കുബയുടെ അടുത്ത് വന്ന് എൻ്റെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ സലാം പറയാൻ അവർക്ക് സാധിച്ചു. വലിയൊരു സൗഭാഗ്യം. സാധാരണ ഇത്ര നേരം നിൽക്കുമ്പോഴേക്കിന് പോലീസ് വന്ന് ആട്ടാറുണ്ട്. ഇന്ന് അൽഹംദുലില്ലാഹ് ഒരുപാട് നേരം സലാം പറയാൻ കഴിഞ്ഞു. മാത്രമല്ല, കൈ ഉയർത്താതെ ആണെങ്കിൽ ഒരുപാട് ദ്വേർക്കാനും കഴിഞ്ഞു. വലിയൊരു സൗഭാഗ്യമാണ് കിട്ടിയത്. സാധാരണ ഇവിടെ അങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേനും അവർ വന്ന് ആട്ടും. ഇതൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. നോക്കുകയാണെങ്കിൽ പച്ചക്കുബയാണ് കാണുന്നത്. നമ്മുടെ ബുറാക്ക് സംഘം ഇന്ന് അൽഹംദുലില്ലാഹ് ഇവിടെ വന്ന് കുളിച്ച് റെഡിയായി പുതിയ ഡ്രസ്സൊക്കെ ധരിച്ച് പച്ചക്കുബയുടെ ചാരത്ത് വന്ന് സലാം പറഞ്ഞ് അൽഹംദുലില്ലാഹ് സന്തോഷത്തോടു കൂടി അവർ നിൽക്കുന്നുണ്ട്. ഇനി അവരൊക്കെ ഒന്ന് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം. ദുആയിരിക്കട്ടോ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. നമ്മുടെ ബുറാക്ക് സംഘം മസ്ജിദുൽ ഹറാമിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അസ്സലാമു അലൈക്കും. ഈ കാണുന്ന കെട്ടിൻ്റെ നേരെ അപ്പുറത്താണ് മാണിക്കക്കല മുത്തുനബി ഉള്ളത്. മുത്തുനബിൻ്റെ മിഹ്റാബാണ് ഈ കാണുന്നത്. മുത്തുനബി നിസ്കരിച്ച മിഹ്റാബ്. നേരെ അപ്പുറത്ത് കാണുന്നതാണ് മിമ്പറ. ഇതാണ് മിമ്പറ. ഈ മിമ്പറിൻ്റെയും ഇങ്ങനെ പോന്നാൽ മുത്തുനബിയുടെയും ഇടയിലാണ് ഇപ്പം ഞാനുള്ളത്. കറക്റ്റ് റൗള ഷരീഫിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് സമയം കിട്ടി. കൂടെയുള്ള ആളുകളെ പുറത്തേക്കാക്കി എന്തോ ഒരു ചാൻസ് ഇവിടെ കിട്ടിയപ്പോൾ ഇവിടെ ഇരുന്നു. അൽഹംദുലില്ലാഹ് ഒരുപാട് സമയം മുത്തുനബിനെ ഞാൻ ഫോട്ടോ എടുക്കാൻ കരുതിയല്ല കേട്ടോ. എനിക്കിഷ്ടമല്ല, റൗളയിൽ വെച്ചിട്ട് ഞാൻ ചെയ്യാറില്ല, അങ്ങനെ ചെയ്യാറില്ല. ഇത് ഇപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരിക എന്നുള്ള രൂപത്തിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് ചെയ്യൂല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് മുത്തുനബി തങ്ങളുള്ളത്. റൗള ഷരീഫിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അവിടെയൊക്കെ നിങ്ങൾക്ക് എത്താൻ തൗഫീഖ് നൽകട്ടെ കേട്ടോ. ഞാൻ ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. പച്ചക്കുബയുടെ തൊട്ടു ചാരത്താണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അൽഹംദുലില്ലാഹ്. സന്തോഷം. അൽഹംദുലില്ലാഹ്. റൗളയിൽ ഒരുപാട് സമയം കിട്ടിയിട്ടോ. ഒരുപാട് സമയം റൗളയിൽ ഇപ്പം എനിക്ക് കിട്ടി. വളരെ സന്തോഷം. കണ്ണട ഊരാൻ നല്ല വെയിലാണ്. അൽഹംദുലില്ലാഹ്. സന്തോഷം. അൽഹംദുലില്ലാഹ്. നമുക്കൊക്കെ ഇവിടെ എത്താൻ തൗഫീഖ് ഉണ്ടാവട്ടെ. ഞാൻ ദുആരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. സന്തോഷം. ഇത് വെക്കാതെ കഴിയണില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ബുറാക്ക് സംഘപ്പോൾ മസ്ജിദുൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, അതായത് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരുള്ള പള്ളി കണ്ടുകൊണ്ടിരിക്കട്ടെ. അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ പ്രത്യേക ഒരു രസമാണ് കാണാൻ. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആണുങ്ങൾ ഈ നടന്ന് സിയാറയിൽ കുറച്ച് കുറവാണ് കേട്ടോ. ഉസ്താദ് നമ്മുടെ കൂടെ സജീവമായിട്ടുണ്ട്. അതുപോലെ ബാവാക്ക നടക്കുന്ന ഉസ്താദ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ബുറാക്ക് സംഘപ്പുള്ളതേ മദീനയിലെ മസ്ജിദുൽ ഗമാമ എന്ന് പറയപ്പെടുന്ന പള്ളിയുടെ ചാരത്താട്ടോ. മസ്ജിദുൽ ഗമാമ. നിങ്ങളതിൽ കൂടി പോയിക്കോണം കേട്ടോ. നിങ്ങളതിൽ കയറ്റും ശാല. നമ്മളെ ബുറാക്കിൻ്റെ ആജന്മാര് നമ്മളെ ബുറാക്ക് സംഘം പോകുന്ന കാഴ്ചയാണ് കേട്ടോ. ബുറാക്ക് സംഘം പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. റൗളയിലേക്ക് പോകുന്ന കാഴ്ച കേട്ടോ. കഅബ ശരീഫ് കാട്ടിടണേ, കൗതുകനാട് കാണിക്കണേ, കാരുണ്യത്തിൻ പൂങ്കാവല്ലേ, കാണാനായി ഞാൻ ആശിച്ചില്ലേ.
കരയാനും പറയാനും ഹജറുൽ അസ്വദ് കുടിനീരിൻ പാനീയം സംസം ജലമത്